കലാശക്കൊട്ടിന്റെ വിശേഷങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും. സാനു, പറയൂ, അവിടെ കൊട്ടിക്കലാശം എവിടെ വരെ എത്തി? ആവേശം അതിന്റെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലെ രണ്ടാം പരസ്യ പ്രചാരണത്തിന്റെ കലാശക്കൊട്ടിന് വടക്കൻ ജില്ലകൾ ഒരുങ്ങിക്കഴിയുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. നമ്മൾ നേരത്തെ പാലക്കാട്ടെ ആവേശം കണ്ടു, മലപ്പുറത്തെ ആവേശം കണ്ടു. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കൊട്ടിക്കലാശത്തിന്റെ ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് ആദ്യം പോകാം. സാനു കെ സജീവ് ചേരുന്നു. സാനു, പറയൂ. രോഹിണി, തീർച്ചയായിട്ടും തൃശ്ശൂരിൽ അതിന്റെ ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവേശം അതിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്ത വിജയം അത് അതേപടി തന്നെ ആവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ തൃശ്ശൂർ കോർപ്പറേഷൻ അടക്കം കൊടുങ്ങല്ലൂർ നഗരസഭ അടക്കം പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും കാലേക്കൂട്ടി നടത്തിയതിന്റെ കൊട്ടിക്കലാശം തൃശ്ശൂരിൽ നടക്കുകയാണ്. അതായത് കരുത്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കി മാക്സിമം കളം പിടിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ 6 സീറ്റ് മാത്രമാണ് BJPക്ക് നേടാൻ സാധിച്ചതെങ്കിൽ ഇക്കുറി അതങ്ങനെയല്ല. ഭരണത്തിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഭരണം പിടിക്കുക, തിരുവനന്തപുരം നഗര കോർപ്പറേഷനൊപ്പം തൃശ്ശൂർ കോർപ്പറേഷന്റെയും ഭരണം പിടിച്ചടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം, അതിന്റെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിന്റെ പ്രചണ്ഡമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശബ്ദകോലാഹലങ്ങൾ അടക്കമുണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അതിന് കൊട്ടിക്കലാശമാവുകയാണ്. ഒപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷനിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. തൃശ്ശൂർ കോർപ്പറേഷന്റെ കൊട്ടിക്കലാശമാണ്. ഇതിന് സമാനമായിട്ടുള്ള നിലയിൽ ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും നഗരസഭകളിലടക്കം വലിയ രീതിയിലുള്ള ഒരു ആവേശത്തോടുകൂടി ഒരു കൊട്ടിക്കലാശം അവിടെയും ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ നിലവിൽ കാണുന്നത് തൃശ്ശൂർ കോർപ്പറേഷന്റെ കൊട്ടിക്കലാശമാണ്. ഇതിന് തൊട്ട് പിറകിൽ തന്നെ CPMന്റെയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെയും കൊട്ടിക്കലാശം അല്ലെങ്കിൽ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശം ഇവിടെ നടക്കുകയാണ്. ഇപ്പം BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ് അടക്കം ഈ ഒരു കൊട്ടിക്കലാശത്തിന് നേതൃത്വം നൽകാൻ അല്ലെങ്കിൽ ഇവിടുത്തെ BJPയുടെ പ്രചരണത്തിന് നേതൃത്വം നൽകിയ BJPയുടെ സംസ്ഥാന സെക്രട്ടറി MT രമേശ് തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. തൃശ്ശൂരിലെ വിജയം അത് ഏത് തരത്തിലാണ്? തൃശ്ശൂർ കോർപ്പറേഷൻ തിരുവനന്തപുരത്തിനൊപ്പം തൃശ്ശൂർ കോർപ്പറേഷൻ പിടിച്ചടക്കുമോ? തീർച്ചയായിട്ടും ഈ പ്രാവശ്യം തൃശ്ശൂർ കോർപ്പറേഷനിൽ ദേശീയ ജനാധിപത്യ സഖ്യം വലിയ വിജയം കരസ്ഥമാക്കും. ഈ കോർപ്പറേഷന്റെ ഭരണം പിടിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. അതേപോലെ തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭ അടക്കമുണ്ട്. കഴിഞ്ഞ വർഷം 1 സീറ്റിന്റെ അകലത്തിൽ മാത്രമാണ് BJPക്ക് ഭരണം നഷ്ടപ്പെട്ടത്. ഇക്കുറി അവിടെ ഭരണം നേടുമെന്ന് തന്നെയാണ് BJP വിശ്വസിക്കുന്നത്. ഏത് തരത്തിലായിരിക്കും അവിടുത്തെ വോട്ടിംഗ്? തൃശ്ശൂർ ജില്ലയിൽ ഈ പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും വലിയ മുന്നേറ്റമുണ്ടാക്കും. ഒന്നിലേറെ നഗരസഭകൾ BJP പിടിച്ചെടുക്കും. തൃശ്ശൂർ കോർപ്പറേഷൻ BJP ഭരണത്തിൽ വരും. അതോടൊപ്പം നിരവധി ഗ്രാമപഞ്ചായത്തുകളും ഈ പ്രാവശ്യം BJPയുടെ ഭൂരിപക്ഷം ഉണ്ടാകും. അതുകൊണ്ട് വലിയ മുന്നേറ്റമായിരിക്കും ഈ പ്രാവശ്യം തൃശ്ശൂർ ജില്ലയിൽ BJP ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ആ ഒരു വലിയ മുന്നേറ്റത്തിന് നാന്ദി കുറിക്കുന്ന ഒരു ശബ്ദ കോലാഹലത്തോടു കൂടിയുള്ള ആ ഒരു കൊട്ടിക്കലാശം ഇവിടെ തൃശ്ശൂരിൽ നടക്കുകയാണ്. ഒപ്പം തന്നെ ഇതിനൊപ്പം നമ്മൾ ചേർത്ത് പറയേണ്ടതാണ്, ഒരു പഞ്ചായത്തിൽ മാത്രമാണ് നിലവിൽ BJPക്ക് ഭരണമുള്ളത്. ആ ഒന്നിൽ നിന്ന് ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളിലേക്കും ഭരണം എത്തിക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. നിലവിൽ അവിടിശ്ശേരി പഞ്ചായത്തിൽ മാത്രമാണ് BJPക്ക് ഭരണമുള്ളത്. ഒപ്പം തന്നെ 1 സീറ്റിന്റെ അകലത്തിൽ മാത്രമാണ് ഈ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഭരണം നഷ്ടപ്പെട്ടത് കഴിഞ്ഞ കൊല്ലം.
കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഇക്കുറി അതെല്ലാം മാറ്റിക്കൊണ്ട് അവിടെ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തോടു കൂടി ആ കൊടുങ്ങല്ലൂർ നഗരസഭയും ഒപ്പം തന്നെ ഇരിങ്ങാലക്കുട നഗരസഭയും ചാലക്കുടി നഗരസഭയും അതേപോലെ തന്നെ ഗുരുവായൂർ ചാവക്കാട് അടക്കമുള്ള നഗരസഭകളിൽ ഭരണം പിടിക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു നിർണായക ശക്തിയായി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കാലക്കൂട്ടി തന്നെ നടത്തിയിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള കരുത്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കിക്കൊണ്ടുള്ള പ്രചാരണവും അതും ഫലം കാണുമെന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. രോഹിണി. ശരി, സാനുവാണ് തൃശ്ശൂരിൽ നിന്നുള്ള ആ ആവേശ കാഴ്ചകൾ നമ്മളിലേക്ക് എത്തിച്ചത്. തൃശ്ശൂരിൽ കൊട്ടിക്കലാശത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.